ആംബിഗ്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്, ഒരു ഗ്രാമർ ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് മോർ ദാൻ വൺ ലെഫ്റ്റ് മോസ്റ്റ് അല്ലെങ്കിൽ റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഗ്രാമറിനെ ആംബിഗ്യസ് ഗ്രാമർ എന്ന് പറയും. ഓക്കെ, ഇപ്പം അപ്പം നിങ്ങളപ്പോൾ ആലോചിക്കും ആംബിഗ്വിറ്റി എന്ന് പറയുമ്പോഴത്തേന് എനിക്കൊരു ലെഫ്റ്റ് മോസ്റ്റ് ഒരു റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ ആണോ എന്ന്. അല്ല, നമ്മൾക്കൊരേ സ്ട്രിങ്ങിന് നമുക്ക് ഒന്നിൽ കൂടുതൽ ലെഫ്റ്റ് മോസ്റ്റ് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ റൈറ്റ് മോസ്റ്റ് കിട്ടണം. ഓക്കെ, ഒരു ലെഫ്റ്റ് മോസ്റ്റ് ഒരു റൈറ്റ് മോസ്റ്റും അല്ല. ഇപ്പോൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 2 ലെഫ്റ്റ് മോസ്റ്റ് അല്ലെങ്കിൽ 3 ലെഫ്റ്റ് മോസ്റ്റോ അല്ലാന്നുണ്ടെങ്കിൽ 2 or 3 റൈറ്റ് മോസ്റ്റോ പിടികിട്ടിയോ. അല്ലാണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ളത് നിങ്ങൾ എടുക്കരുത്, സെയിം ടു സെയിം ആയിട്ടുള്ളതേ എടുക്കാവൂ. സോ യൂഷ്വലി നമ്മൾക്ക് അൺഅംബിഗ്യസ് ഗ്രാമർ ആണെന്നുണ്ടെങ്കിൽ എന്താണ് അതിൽ നിന്നും അർത്ഥം, നമുക്കൊരു യുണീക്ക് പാർസ്ട്രിയാണ് നമുക്കവിടെ കിട്ടുക എന്നുള്ളതാണ് അൺഅംബിഗ്യസ് ഗ്രാമർ കൊണ്ട് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. എന്നാൽ അംബിഗ്യസ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്, കുറേ പാർസ്ട്രി കിട്ടും. സോ നമുക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള പാർസ്ട്രി സെലക്ട് ചെയ്ത് ബാക്കിയുള്ളതിനെ ത്രോ അവേ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അപ്പം നമുക്കിവിടെ ഒരു സ്ട്രിങ് ഉണ്ട്, ID + ID *ID. ഓക്കെ, ഇനി ഞാൻ ഈ ഒരു ഐഡിനെ ഞാനിവിടെ എൻ്റെ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷനാണ് ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത്. സോ ലെഫ്റ്റ് മോസ്റ്റ് യൂസ് ചെയ്ത് ഞാൻ ഡിറൈവ് ചെയ്യുവാണ്. അപ്പോൾ അതിനെന്താ വരുന്നത് നോക്കാം. അപ്പം gives എൻ്റെ ആണ് എൻ്റെ സ്റ്റാർട്ട് സിമ്പിൾ E + E. ഇത് നമ്മൾ യൂഷ്വലി ഇപ്പം നിങ്ങൾ ഏത് പ്രൊഡക്ഷനാണെന്ന് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, നമ്മളെപ്പോഴും നമ്മളൊരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻസ് യൂസ് ചെയ്യില്ല. E + E *E gives ID ആ ഒരു പ്രൊഡക്ഷനാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പം E gives നെ ഞാൻ ID വെച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നു. E gives ID + E * E. E gives ID + ID * E. E gives ID + ID * ID. ഇവിടെ ഞാൻ ഇത്രേ ചെയ്തിട്ടുള്ളൂ. ആദ്യത്തെ ഞാൻ E + E എന്നുള്ള ഒരു പ്രൊഡക്ഷൻ എടുത്തു. നെ ഞാൻ ID വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈ ഒരു നെ ഞാൻ ഈ ഒരു സംഭവം ഈ ID *ID കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ E * E ചെയ്തു. അത് കഴിഞ്ഞിട്ട് എഗെയിൻ ഈ ഒരു നെ ID വെച്ചും ഈ ഒരു നെ ID വെച്ചിട്ടും റെപ്രസെൻ്റ് ചെയ്തു. ഇനി വീണ്ടും ഞാൻ ലെഫ്റ്റ് മോസ്റ്റിലൂടെ ഞാൻ വേറൊരു രീതിക്ക് ഞാൻ അപ്രോച്ച് ചെയ്യുകയാണ്. പക്ഷേ ദിസ് ടൈം ഐ എം ടേക്കിംഗ് ദിസ് പ്രൊഡക്ഷൻ E * E. ഓക്കെ, അപ്പോൾ എനിക്ക് നമ്മുടെ ഫൈനൽ ഔട്ട്കം കിട്ടുമോ നോക്കാം. E gives E * ID E അല്ല E * E + E * E, കാരണം നമ്മൾ ലെഫ്റ്റ് മോസ്റ്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സംഭവമാണ് നമുക്ക് ഇലാബറേറ്റ് ചെയ്യേണ്ടത്. E gives ID + E * E. E gives ID + ID * E. E gives ID + ID * ID. നിങ്ങൾ നോക്കിക്കേ, ഞാൻ ലെഫ്റ്റ് മോസ്റ്റ് തന്നെയാണ് ചെയ്തത്. അതായത് ഞാൻ എല്ലാ സ്ട്രിങ്ങിനെയും ഞാൻ ലെഫ്റ്റ് മോസ്റ്റ് ആയിട്ടാണ് ഡിറൈവ് ചെയ്തത്. ആൻഡ് ഐ എം ഗെറ്റിംഗ് ഡിഫറെൻറ്റ് എന്താണ് പറയുന്നത്, ഒരു എക്സ്പാൻഷനാണ് എനിക്ക് കിട്ടുന്നത്. അതിന് നമുക്ക് എന്താണ് ചെയ്യുന്നത്, നമുക്കൊരു പാർസ്ട്രി വെച്ച് ഇവരെ റെപ്രസെൻ്റ് ചെയ്യാം. അപ്പം E അല്ലേ, നെ ഞാൻ എങ്ങനെ ചെയ്തത് E + E. ഓക്കെ, ഇനി നെ ഞാൻ എങ്ങനെ എഴുതിയത് ID. നെ ഞാൻ എങ്ങനെ ചെയ്തത് E * E. ഇതിനെ ഓരോന്നിനെ ID ആയിട്ട് ഞാൻ റെപ്രസെൻ്റ് ചെയ്തു. ഈ ഒരു ട്രീയുടെ കാര്യം നോക്കിക്കേ, E * E. ഓക്കെ, ഈ ഒരു നെ ഞാൻ E + E ചെയ്തു. അതിനെ ഞാൻ ID ആക്കി, ഇതിനെ ഞാൻ ID ആക്കി. സോ നോക്കിക്കേ, 2 പേര് നമുക്ക് നമ്മളുടെ ഫൈനൽ സ്ട്രിങ് നമുക്ക് കിട്ടിയല്ലേ, ID + ID * ID, ID + ID * ID. എന്നാൽ വി ഹാവ് ഗോട്ട് 2 ഡിഫറെൻറ്റ് ട്രീസ്. ഇതിനെയാണ് ആംബിഗ്വിറ്റി എന്ന് പറയുന്നത്. രണ്ടും ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ യൂസ് ചെയ്ത് തന്നെയാണ് ചെയ്തത്. അപ്പം ഇതുകൊണ്ട് ഇത് ഞാൻ ആംബിഗ്വിയസ് ഗ്രാമർ എന്ന് നമ്മൾ വിശേഷിപ്പിക്കും. സോ യൂഷ്വലി ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാം, ഇസ് ദിസ് ഗ്രാമർ ആംബിഗ്വിയസ് ഓർ നോട്ട് എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചുകൊണ്ട്. സോ അങ്ങനത്തെ കേസ് വരുവാണെന്നുണ്ടെങ്കിൽ യു വിൽ ഹാവ് ടു റൈറ്റ് ദിസ്. അപ്പം ഇവിടെ എനിക്ക് കിട്ടിയേക്കുന്ന സ്ട്രിങ് എന്ന് പറയുന്നത് ഇതാണ്, 2 + 3 *6. അതായത് നമ്മൾ നേരത്തെ ചെയ്ത സെയിം സാധനം തന്നെയാണ്, അത് ജസ്റ്റ് അവർ നമ്പേഴ്സ് യൂസ് ചെയ്തിട്ട് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. സോ നമ്മളിവിടെ എങ്ങനെയാണ് ഈ ഒരു ഗ്രാമറിനെ നമ്മൾ എഴുതുന്നത്. ഇപ്പം ഫസ്റ്റ് തിങ് എനിക്കൊരു ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ എനിക്കിവിടെ ചെയ്യാം. സോ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ ഞാൻ ചെയ്യുമ്പോഴത്തേന് എങ്ങനെയാണ് വരുന്നത്, E gives E + E. E gives ഇക്ക് പകരം ഞാൻ എന്താ എഴുതുന്നത്, നം എന്ന് പറയുന്നത് എന്താണ്, ഓക്കെ നം ഞാൻ എഴുതാം, നം + E. നം ആണ് എനിക്കിവിടെ കൊടുത്തേക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ നം എഴുതിയേക്കുന്നത്. E gives
num plus e star e. E gives num plus num star e. E gives num plus num star num. ഈ ഒരു നം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ക്യാൻ ബി 2 പ്ലസ് 3 സ്റ്റാർ 6. ഓക്കെ, ഇനി അടുത്തതിൻ്റെ സെക്കൻഡ് ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ എനിക്ക് നോക്കാം. സെയിം നമ്മൾ ആ മേളിൽ ചെയ്ത സെയിം എക്സാമ്പിൾ തന്നെയാണ്, നമ്പേഴ്സായിട്ട് കൊടുത്തു എന്നുള്ള ഒരു ഡിഫറൻസ് മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ. E gives E star E. E gives E plus E star E. E gives num plus E star E. E gives num plus num star E. E gives num plus num star num. അതിനെനിക്ക് വീണ്ടും 2 പ്ലസ് 3 സ്റ്റാർ 6 എന്ന് എഴുതാം. ഇതിനെ എനിക്ക് പാഴ്സ് ട്രീ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യണം. ഓക്കെ, നമ്മൾ ഗ്രാമർ ആംബിഗ്യസ് ആണ് അല്ലയോ എന്ന് ചോദിക്കുമ്പോഴത്തേന് അപ്പോഴും അവരെന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്ക് ഒന്നിൽ കൂടുതൽ പാഴ്സ് ട്രീസ് ഒരു ഗ്രാമറിനുണ്ടോ എന്നുള്ളതാണ്. സോ ഒബ്വിയസ് ആയിട്ടും പാഴ്സ് ട്രീ ഡ്രോ ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളത് ഡ്രോ ചെയ്യാണ്ട് പോവരുത്. അപ്പം നമ്മൾ ഈ ഒരു ഇതെടുക്കാം. ഓക്കെ, ഇത് ഞാൻ എങ്ങനെയാണ് നമുക്ക് എഴുതാനായിട്ട് സാധിക്കുക? ഇ ഗിവ്സ് ഇ പ്ലസ് ഇ. ഓക്കെ, ഇനി അടുത്ത് ഈ എന്താണ് ഞാൻ എഴുതിയ? നം എഴുതി. ഇതിൽ ഞാൻ ഇ സ്റ്റാർ ഇ ആക്കി. ഇതിൽ ഞാൻ നം എഴുതി അല്ലേ? ഈ ഒരു നം എന്താണ്? ഇതിവിടെ 2 ആണ്, ഇവിടെ 3 ആണ്, ഇവിടെ 6 ആണ്. ഇനി അടുത്ത് ഇവിടെ നോക്കിക്കേ, ഇ ഗിവ്സ് ഇ സ്റ്റാർ ഇ. ഇതൊക്കെ ഞാൻ എഴുതുന്നത് നമ്മുടെ പ്രൊഡക്ഷൻ നോക്കിയിട്ടാണ്. ഫസ്റ്റ് പ്രൊഡക്ഷൻ ഇ സ്റ്റാർ ഇ. അടുത്ത പ്രൊഡക്ഷനിൽ നമ്മൾ ഈ ഒരു ഇനെ എക്സ്പാൻഡ് ചെയ്തു, ഇ പ്ലസ് ഇ ആക്കി, ഇ പ്ലസ് ഇ ആക്കി. അത് കഴിഞ്ഞ് ഷീനെ നമ്മാക്കി. അപ്പോൾ അതൊക്കെ ഞാൻ ചുമ്മാ ഇങ്ങനെ എൻ്റെ ഒരു ഇതിൻ്റെ രീതിക്ക് അനുസരിച്ച് എഴുതുന്നതല്ല. അത് നമ്മൾ ആ പ്രൊഡക്ഷനിൽ ഡിറൈവ് ചെയ്തേക്കുന്നതിനനുസരിച്ചാണ് നമ്മളിവിടെ എഴുതുന്നത്. നം, ഇതും നം. ഓക്കെ, ഇനി അടുത്ത് 2, 3 ആൻഡ് 6. അപ്പം ഇങ്ങനെ നിങ്ങൾ പ്രൊഡക്ഷൻ വെച്ചിട്ട് സൈഡ് ബൈ സൈഡ് ആയിട്ട് വേണം നിങ്ങൾ എഴുതാനായിട്ട്. ഓക്കെ, അപ്പം അങ്ങനെയാണ് നമ്മൾ ഒരു ഗ്രാമർ ആംബിഗ്യസ് ആണോ അല്ലയോ എന്ന് നമ്മൾ നോക്കുന്നത്. നെക്സ്റ്റ് വൺ ഇസ് എലിമിനേറ്റിംഗ് ആംബിഗ്വിറ്റി. സോ ഈ ഒരു എലിമിനേറ്റിംഗ് ആംബിഗ്വിറ്റിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് ഡാംഗ്ലിംഗ് എൽസ് ഗ്രാമറിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു കമ്പൗണ്ട് കണ്ടീഷണൽ ഗ്രാമർ ഉണ്ട്. അതായത് സ്റ്റേറ്റ്മെൻറ്റ് ഇഫ് എക്സ്പ്രഷൻ ദെൻ സ്റ്റേറ്റ്മെൻറ്റ്, ഇഫ് എക്സ്പ്രഷൻ ദെൻ സ്റ്റേറ്റ്മെൻറ്റ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് അതർ. ഈ ഒരു ഗ്രാമറിലും ആംബിഗ്വിറ്റി ഉണ്ട്. അതെവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എനിക്ക് ഈ ഒരു എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഇഫ് E1 ദെൻ ഇഫ് E2 ദെൻ S1 എൽസ് S2. ഓക്കെ, നമ്മൾ ഈ മേലെ കൊടുത്തേക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഈ ഒരു ഡയഗ്രത്തിൽ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഇഫ് എക്സ്പ്രഷൻ ദെൻ സ്റ്റേറ്റ്മെൻറ്റ്, പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ ഇഫ് എക്സ്പ്രഷൻ ദെൻ സ്റ്റേറ്റ്മെൻറ്റ് എൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് പല കോമ്പിനേഷൻസ് ആയിട്ട് എനിക്ക് എഴുതാനായിട്ട് പറ്റും. ബിക്കോസ് ഇതാണ് എൻ്റെ പ്രൊഡക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതെൻ്റെ പ്രൊഡക്ഷൻസ് ആണ്. സോ ഇപ്പം ഞാൻ വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഫ് E1 ദെൻ ഇഫ് E2 ദെൻ S1 S2, നമുക്ക് 2 സെറ്റ് ഓഫ് ട്രീസ് നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കും. ഇഫ് E1 ദെൻ ഇഫ് E2 ദെൻ S1 എൽസ് S2, അതെൻ്റെ ഫസ്റ്റ് സെറ്റാണ്. അതായത് ഇപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ ചെയ്തത്? നമ്മൾ സ്റ്റേറ്റ്മെൻറ്റിന് ഹോളായിട്ടാണ് നമ്മൾ എക്സ്പാൻഡ് ചെയ്തേക്കുന്നത്. അതായത് നമ്മൾ ഫസ്റ്റ് വൺ എന്തായിരുന്നു? ഇഫ് എക്സ്പ്രഷൻ ദെൻ സ്റ്റേറ്റ്മെൻറ്റ്. അത് കഴിഞ്ഞിട്ട് ഇഫ് എക്സ്പ്രഷൻ ദെൻ സ്റ്റേറ്റ്മെൻറ്റ് എൽ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അപ്പം അതിൽ ഞാൻ സ്റ്റേറ്റ്മെൻറ്റിനെയാണ് ഫസ്റ്റ് കേസിൽ എക്സ്പാൻഡ് ചെയ്തു എന്നുണ്ടെങ്കിൽ, രണ്ടാമത്തെ കേസിൽ ഞാൻ എന്താണ് ചെയ്യുന്നത്? ഇഫ് എക്സ്പ്രഷൻ ദെൻ സ്റ്റേറ്റ്മെൻറ്റ് എൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ള ആ ഒരു സംഭവത്തിലെ സ്റ്റേറ്റ്മെൻറ്റിനെയാണ് ഇഫ് എക്സ്പ്രഷൻ ദെൻ സ്റ്റേറ്റ്മെൻറ്റ് ആക്കി. അപ്പോൾ ഫൈനലി എന്താണ് കിട്ടിയത്? ഇഫ് E1 ദെൻ ഇഫ് E2 ദെൻ S1 എൽസ് S2. അപ്പം നമ്മൾ നോക്കുമ്പോൾ എന്താണ്? 2 സെയിം സാധനമാണ്, പക്ഷെ എനിക്ക് 2 ട്രീ ആണ് കിട്ടിയേക്കുന്നത്. വിച്ച് പ്രൂഫ് ദാറ്റ് ദിസ് പർട്ടിക്കുലർ ഗ്രാമർ, അല്ലാന്നുണ്ടെങ്കിൽ ഇവരോട് പറഞ്ഞ പോലെ ഡാംഗ്ലിംഗ് എൽസ് ഗ്രാമറിനകത്ത്, അല്ലെങ്കിൽ ഈ ഒരു കമ്പൗണ്ട് കണ്ടീഷണൽ ഗ്രാമറിനകത്ത് ആംബിഗ്വിറ്റി ഉണ്ട്. ഈ ഒരു സംഭവത്തിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? വി ആർ ഇൻട്രൊഡ്യൂസിങ് another grammar statement with matched statement and unmatched statement എന്ന് പറഞ്ഞ് 2 സെക്ഷനായിട്ട് നമ്മൾ ഡിറൈവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അങ്ങനെ വരുമ്പോഴത്തേനും നമ്മൾക്ക് എന്താണ് ഇവിടെ കിട്ടുന്നത്? മാച്ച് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പം നമ്മൾ റീഡിഫൈൻ ചെയ്യുവാണ് നമ്മളുടെ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ. ഇഫ് എക്സ്പ്രഷൻ ദെൻ മാച്ച് സ്റ്റേറ്റ്മെൻറ്റ്, എൽസ് മാച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഓർ അതർ.
പിന്നെ ഇഫ് എക്സ്പ്രഷൻ ദെൻ സ്റ്റേറ്റ്മെൻറ്റ്, ഇഫ് എക്സ്പ്രഷൻ ദെൻ മാച്ച് സ്റ്റേറ്റ്മെൻറ്റ്, എൽസ് അൺമാച്ച് സ്റ്റേറ്റ്മെൻറ്റ്. ഇത് എഴുതുന്നത് കൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇത് കൊണ്ട് നമുക്ക് രണ്ട് എക്സ്പാൻഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളൊരു കീവേഡിൽ നിന്നല്ലേ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. മാച്ച്ഡ് അൺമാച്ച്ഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എഴുതുമ്പോഴത്തേനും ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു നോൺ ടെർമിനൽ നിന്നും എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഓപ്ഷൻസ് നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ടാണ് നമുക്കൊരു ആംബിഗ്യൂറ്റി എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു നോൺ ടെർമിനൽ എക്സ്പാൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു സെറ്റ് ഓഫ് വഴികൾ കാണുമല്ലോ. ഇപ്പോൾ ഇതൊരു വഴിയാണ്, ഇതൊരു വഴിയാണ്. അപ്പം അതിനെ നമുക്ക് ലിമിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇതുപോലത്തെ പുതിയ ഡെഫിനിഷൻസ് കൊടുക്കാനായിട്ട് സാധിക്കും ഇൻ ടേംസ് ഓഫ് മാച്ച്ഡ് ആൻഡ് അൺമാച്ച്ഡ് സ്റ്റേറ്റ്മെൻറ്റ്. സോ ആംബിഗ്യൂറ്റി എലിമിനേഷൻ്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു എക്സാമ്പിൾ വിത്ത് ട്രീ വരച്ച് വെക്കണം. ആൻഡ് ഹൗ ക്യാൻ വി സോൾവ് ദിസ് ഇഷ്യൂ?